നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മവ, നമുക്ക് ഹരിയുടെയും നിത്യയുടെയും വിവാഹം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത പോരെ? ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടുംബാംഗം എന്ന നിലയിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, ഇവിടെ അത്ര വലിയ കാര്യമൊന്നുമില്ല. വാ, നമുക്ക് എല്ലാവർക്കും കൊണ്ട് പിരിയാം. എല്ലാവരും ഒന്ന് നിൽക്കുന്നേ. ഞാൻ എത്ര നിർബന്ധിച്ചാലും നിങ്ങൾ ആരും ഉത്തരം പറയില്ല. പക്ഷേ നിത്യയുടെയും ഹരിയുടെയും മുഖത്തൊന്നും എനിക്ക് ചിലത് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ പോലീസുകാരന് ആവശ്യപ്പെട്ട പ്രൂഫിനെ കുറിച്ചല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? അതെ, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത്ര നേരം ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? ഇതെന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? നിത്യയെ സത്യം പറഞ്ഞ് ഇവർക്ക് ആർക്കും എന്നെ വിശ്വാസമില്ല. ഞാനാണെങ്കിൽ നിങ്ങളെ എങ്ങനെ സഹായിക്കും എന്നുള്ള ചിന്തയില്ല. നല്ലൊരു മാർഗം ഞാൻ പറയട്ടെ. പോലീസുകാർക്ക് ആവശ്യം മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലേ? അത് കൊടുത്താൽ പിന്നെ ആ കേസിൽ അകപ്പെടുന്ന പ്രശ്നമില്ലല്ലോ. അമ്മവ, നമുക്ക് ഹരിയുടെയും നിത്യയുടെയും വിവാഹം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത പോരെ? അല്ല, അതൊരു നല്ല ആലോചനയാണ്. അത് ഒരു നല്ല കാര്യം തന്നെ അല്ലേ? മാത്രമല്ല, ഒന്നിച്ച് ജീവിക്കുന്നവർ തമ്മിൽ ഒന്നിച്ചൊരു കൂട്ടുകെട്ടലും ഉണ്ടാവും അല്ലേ? അതെക്കാലത്ത് നല്ലതാ. ഹരിയുടെയും നിത്യയുടെയും മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത്. എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാം രാമകൃഷ്ണേട്ടാ. ജ്യോതി, ശരവണ, വാ. എന്നാ പിന്നെ ശരിയടാ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ഉണ്ടാവും. എനിക്കതിനെ കാവൽ നിൽക്കാനല്ലേ പറ്റൂ.
കാവൽക്കാരനാവാൻ വന്നതാണല്ലേ? ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു. വീണ പ്രതീക്ഷിക്കുന്നതിന് കാവൽ നിൽക്കുന്നതല്ലല്ലോ എൻ്റെ ജോലി. അതെന്താണെന്നറിയോ വീണേ? നമ്മുടെ വേവ് ലെങ്ത്തിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കുട്ടീസ്, ഇതെന്താ ഉറങ്ങാറായില്ലേ? മക്കളെന്താ ഉറങ്ങാത്തെ? ഞങ്ങൾ അച്ഛന്റെ അമ്മയുടെയും കൂടെയല്ലേ ഉറങ്ങേണ്ടത്? അവര് സംസാരിക്കുന്നോണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നതാ. എന്നാ രണ്ടാൾക്കും അങ്കിൾ ഒരു കഥ പറഞ്ഞിരട്ടെ? വേണ്ട, വാ കല്യാണി, നമുക്ക് പോവാം. ഇരിക്കും മക്കളെ, ഇരിക്കും. അങ്കിൾ എന്തിനാ പേടിക്കുന്നേ? അങ്കിള് മോൻ എന്തെങ്കിലും പറഞ്ഞു? കുട്ടികളാവുമ്പോ നല്ല നല്ല കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ? കല്യാണിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എനിക്കിഷ്ടാ. ആദിക്ക് എന്നേക്കാളും ഇഷ്ടാ. ആദി കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. ഓ ഓ, ഏത് കഥയും മോനെ എഴുതിയേ? അതൊരു അമ്മയുടെയും മോന്റെയും കഥ. ആ അമ്മയ്ക്ക് മോനെ ഭയങ്കര ഇഷ്ടാ. മോൻ അമ്മയും. നിത്യാമ്മയുടെയും ആദിക്കുട്ടന്റെയും കഥയാണോ എഴുതിയത്? ആ, ആ കഥ കയ്യിലുണ്ടോ? അത് അങ്കിളിനൊന്ന് തരാവോ? ആ കഥ അങ്കിളിനൊന്ന് വായിക്കാൻ വേണ്ടിയാ. അത് ചീത്ത കഥയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.